പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത്? കർത്താവേ, നീയാണ് ഉദ്ദേശിക്കേണ്ടത്. നാനാവിധ രോഗികളെ കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷന് വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ,
ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈകൾ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ് വായിക്കണത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വിവേചനം, ഡിസേൺമെൻ്റ് എന്ന് പറയും. ഡിസേൺമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം കേൾക്കുമ്പോൾ ആൾക്കാരുടെ മുഴുവൻ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഡിസേൺമെൻറ്റിൻ്റെ വയറ് വിട്ടിരിക്കുന്നതാണ് എല്ലാവരുടെയും പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒരു സാധനം അത് നല്ലതാണോ ചീത്തയാണോ, അതിനാ ഡിസേൺമെൻറ്റ്. വിവേചനം എന്ന് പറയും. വിവേചനം വരവാ. ഇപ്പോൾ ചെറുക്കന് ജോലിയുണ്ട്, ചെറുക്കന് PR ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ചില അമ്മമാർ, അപ്പോൾ ചില മക്കൾ പറയും എനിക്കും പോകാം ജർമ്മനിയിൽ, എനിക്കും പോകാൻ ന്യൂസിലൻഡിൽ എന്ന് പറയും. അവിടെ ചെല്ലുമ്പോഴേക്കും ചെറുക്കന് 2 ഭാര്യ ഉണ്ടാകണത്, തീർന്നില്ല പരിപാടി. നീ ചിലപ്പോൾ അവൻ്റെ വിസയിലേക്ക് നീ പോകണത്, എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയത്തില്ല. അതിനാണ് അപ്പോൾ മനുഷ്യന് ഏറ്റവും അത്യാവശ്യം ഈ കണ്ട പണിയെല്ലാം ആൾക്കാർ വാങ്ങിച്ചിരിക്കുന്ന വിവേചനം വരെ ഇല്ലാത്തത് കൊണ്ടാണ്. നല്ലതാണോ ചീത്തയാണോ, ഇനി ജഡികമാണോ ആത്മീയമാണോ ദൈവികമാണോ പൈശാചികമാണോ, അപ്പം ഇങ്ങനെ ഓരോ വിഷയം കർത്താവ് പറഞ്ഞത് എല്ലാം നല്ലതാണ്, എല്ലാം പ്രയോജനകരമല്ല. 1 എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. അതാണ് എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിയമാനുസൃതമായിരിക്കാം, പക്ഷെ ആത്മീയമായി നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് ശരിയായതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല ലോങ് ടൈം. അപ്പോൾ അതെപ്പോഴും അത് ഭയങ്കര പാടാണ്. ഈ വെള്ളപ്പൊക്ക കാലം വരണ പോലെ ഇരിക്കും അത്. ഈ വെള്ളപ്പൊക്ക കാലം വരുമ്പോഴേ വെള്ളം ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് കര ഏതാണ് കായൽ ഏതാണെന്ന് അറിയാൻ പാടില്ലാതെ മൊത്തം കായലായിട്ട് കിടക്കും. അതിനകത്ത് ഒത്തിരി കരയുണ്ടാവും. ഇപ്പം ചില വെള്ളപ്പൊക്ക കാലത്ത് പാലം മുങ്ങിപ്പോയിട്ട് പുഴയും പാലവും അറിയാൻ പാല കിടന്നിട്ട് പാലത്തെ പോയി നിശ്ചയമുള്ള ആൾക്കാരെ പാലത്തെ കൂടി കയറി വന്നിട്ട് മറ്റുള്ളവർ വഴിതെളിക്കണില്ല. അപ്പോൾ ഒന്നും കണ്ടാൽ മനസ്സിലാകാത്ത പറ്റാത്ത അവസ്ഥയാണ് വിവേചനപരം ആവശ്യമായി വരണത്. ഇരിക്കണത് പരിശുദ്ധാത്മാവ് നേരിട്ട് തന്നെ ഉള്ള വരവാണ്. കാരണം പരിശുദ്ധാത്മാവ് നേരിട്ട് നയിക്കുന്നതാണ് നമുക്കതിലൂടെ. അത് ഭയങ്കരമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു രോഗം ഇപ്പോൾ കൃപാസനത്തൊക്കെ വരുന്ന ആൾക്കാരില്ലേ, ചിലർക്ക് മനോരോഗികളാണ്, പക്ഷേ പറഞ്ഞുകൊണ്ട് വരുന്നത് പിശാചെന്ന് പറഞ്ഞല്ല വരുന്നത്. ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, മനോരോഗത്തിൽ പോയി മരുന്ന് മേടിച്ച് കഴിക്കാൻ പറയും. അതിൻ്റെ കാര്യം എന്താ, നമുക്കറിയാം അത് പിശാചല്ല. ഇവിടെ പിശാചിൻ്റെ വൈകൃതങ്ങൾ കാണിക്കും, പക്ഷേ മാനസിക രോഗമായിരിക്കും അത് കാണിക്കണത്. അപ്പോൾ ചില മാനസിക രോഗം ആണെന്ന് നമുക്ക് തോന്നും, പക്ഷേ പൈശാചികമായിരിക്കും. ഞാൻ പണ്ടൊരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുമ്പോൾ അയാൾ ഇതുപോലെ വൈകൃതം കാണിച്ച് 4-5 പേര് കൂടി അയാളെ പിടിച്ച് മണ്ണിൽ പൊത്തി, അയാൾ ഭയങ്കര ഉദ്ദണ്ഡനായത് കാരണം ഭീമനെ പോലെ ഇരിക്കുന്ന അയാളുടെ പുറത്ത് കയറിയെന്നാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് മാനസികരോഗമല്ല, അത് പിശാചാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് pour out his spirit, the fire finger soak with the precious blood, Lord infuse his spirit, that with his power, devil's legions, Satan, Satan, may creation be dispelled and torn apart in the name of Jesus. In the name of Jesus പറഞ്ഞതോടുകൂടി ഇവരങ്ങ് ചൊട്ടിപ്പോയി. അപ്പം കർത്താവ് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാവരും മുട്ട നീക്കിയായിരുന്നു. ആ സമയത്ത് ഒരു 2-3 പേരാണ് എൻ്റെ മുതുകത്ത് കയറിയിരുന്നത്, ബാക്കി കൂടെ വന്ന് എല്ലാവരും മുട്ട നീക്കിയായിരുന്നു ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ. പക്ഷേ ഇൻ ദ നെയിം ഓഫ് ജീസസ് പറഞ്ഞപ്പോൾ ബലൂന് സൂചി കുത്തിയ പോലെ ഇവൻ ചൊട്ടിപ്പോയി. അപ്പോഴാണ് ഞാൻ മുട്ട ചെയ്യുന്നത്. എന്താണെന്നറിയാമോ, നെയിം ഓഫ് ജീസസ് ഭയങ്കര സംഭവമാണ്. പക്ഷെ പട്ടം കിട്ടി ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് നല്ല ബോധം ദൈവം തന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വിവേചനമാണ് വരുന്നത്. വിവേചനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ. പേര് ബിനു.
ഞാൻ നരണ സ്വദേശിയാണ്. ആദ്യമായിട്ട് ഈ അൾത്താരയുടെ തിരുസന്നിധി ഇന്ന് പ്രാർത്ഥിപ്പാനും ഉടമ്പടി സാക്ഷ്യം പറയാനും എന്നെ അനുവദിച്ച പരിശുദ്ധ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ പറയുകയാണ്. എൻ്റെ മദ്യപാനം നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ പല വിധത്തിൽ എൻ്റെ മദ്യപാനം നിർത്തുവാൻ നോക്കിയിട്ടും എനിക്കത് നടന്നിട്ടില്ല. 30 വർഷത്തോളവും മദ്യപാനമായിരുന്നു. സ്ഥിരമായിട്ടാണോ എന്ന് ചോദിച്ചാലല്ല, എന്നാൽ തുടങ്ങിയാൽ പിന്നെ ഞാൻ നിർത്തുകയുമില്ല. ആ രീതിയിലായി എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ മദ്യപാനം എനിക്ക് അവസാനിപ്പിക്കണം എന്നെനിക്ക് ചിന്തയുണ്ട്. ഒരു തരത്തിൽ നോക്കിയിട്ടും എനിക്ക് കിട്ടുന്നില്ല. അത് ഒരു 3-4 മാസമൊക്കെ ഞാൻ നിർത്തിയേക്കാം. പക്ഷേ അത് കഴിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ തുടങ്ങും. ഇവിടെ വെച്ചല്ല എൻ്റെ ദുരനുഭവം തുടങ്ങുന്നത്, കുവൈറ്റിൻ്റെ പ്രദേശത്ത് വെച്ചാണ്. 2014 ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മദ്യപിച്ചത് ഞാൻ പിന്നെ ഒരാഴ്ചക്കാലവും മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലിക്ക് പോകാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചും പ്രയാസപ്പെടുത്തിയും. പക്ഷേ അങ്ങനെ കമ്പനിയിലെ മാനേജറും ആൾക്കാരും ഒക്കെ വന്ന് എന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി വേറെ റൂമിലാക്കി. ഞാൻ പിന്നെ ഒരു 3-4 ദിവസത്തോളം മദ്യപിച്ചിട്ടില്ല. ആ റൂമിൽ തന്നെ കിടക്കുകയാണ്. ഒരു ദിവസം ഇങ്ങനെ ഞാൻ കിടക്കുമ്പോൾ വൈകിട്ട് ഒരു 6 മണി ആയി, സന്ധ്യയായി 6 മണി ആയപ്പോൾ ഞാൻ പുതിയ റൂമിലാണ്, എനിക്ക് ആരെയും പരിചയമില്ല. ഞാൻ റൂമിൻ്റെ ജനലിൻ്റെ വാതിക്കലിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ റോഡിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു രൂപം കാണുകയാണ്. എന്ത് രൂപമെന്ന് ചോദിച്ചൊരു പൈശാചിക രൂപമാണ് ഞാൻ കാണുന്നത്. എന്നെ മാടി വിളിക്കുകയാണത്. പക്ഷേ എനിക്കത് ഭയമായി. ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ താഴെ ചെല്ലും, റോഡിൽ ചെന്ന് നോക്കുമ്പോൾ അതിനെ കാണത്തില്ല. വീണ്ടും ഞാൻ റൂമിൻ്റെ മണ്ടയ്ക്ക് കയറും, റൂമിൽ ചെന്ന് അവിടെ തന്നെ നോക്കുമ്പോൾ പിന്നെ എനിക്ക് കാണാമത്. ഞാൻ എൻ്റെ റൂമിലുള്ളവരോടെല്ലാം പറഞ്ഞു, റൂമിലുള്ളവരെല്ലാം മുസ്ലിംസാണ്, അതും മലയാളികളല്ല, എല്ലാ ഹിന്ദിക്കാരുമാണ്. അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ ഇത്രയും ദിവസം മദ്യപിച്ച് കിടന്നില്ലേ, അതിൻ്റെ ഒരു തോന്നലാണ് എന്നോട് പറഞ്ഞു. ഒരു പക്ഷേ ശരിയാ. പക്ഷേ എനിക്ക് ആ സന്ധിയാകും തോറും എനിക്ക് ആ രൂപം എൻ്റെ മുമ്പാകെ അടുത്തടുത്ത് വരികയാണ്. എൻ്റെ ജനലിൻ്റെ അടുത്ത് വരെ എത്തി. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലൊരു ബൈബിളുണ്ടാകും. ഞാൻ ആ ബൈബിള് എൻ്റെ തലയണക്കീഴിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ എളുപ്പം ചാടി ആ ബൈബിൾ എടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടും ഞാൻ എന്തുമാത്രം ഇതിനെ കെട്ടിപ്പിടിക്കുന്നോ അത്രയും ദൂരത്തേക്ക് ഇത് പോവുകയാണ്. എന്തുമാത്രം ഞാൻ ഇതെന്ന് വിടുന്നോ അതനുസരിച്ച് അത് അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്നും നോക്കിയില്ല. സന്ധ്യ ഇരുട്ടും തോറും ഞാനങ്ങ് ആഹപ്പാടെ പരവശനായി. എനിക്കൊരു വലിയ ബുദ്ധിമുട്ട്, ഞാൻ മരിക്കാൻ പോകുന്നു എന്നൊരു ചിന്തയാണ്. ഞാനൊന്നും നോക്കിയില്ല. ഞാൻ ആ ഗ്ലാസ് തുറന്നു, ബൈബിളും കെട്ടിപ്പിടിച്ചു. അപ്പോൾ തന്നെ എൻ്റെ റൂമിലുള്ളവർക്ക് മനസ്സിലായി ഞാൻ ചെയ്യാൻ പോകാമെന്ന് മനസ്സിലായി. അവരോടി വന്നു. ഞാൻ അവരെ തട്ടി മാറ്റി ജനലിൻ്റെ മണ്ടയ്ക്കൊന്നും എടുത്ത് ചാടിയാൽ എനിക്ക് താഴെ വീഴാൻ പറ്റില്ല. അവരെൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ചു, എന്നെ തൂക്കിയിട്ടിരിക്കുക ജനലയിൽ. ഞാൻ ഷർട്ട് വലിച്ചു കീറി നേരെ താഴോട്ട് ചാടി. 2 നിലയുടെ മണ്ടയ്ക്കൊന്ന് ചാടിയാൽ ഞാൻ നേരെ കുത്തി വീണു. എൻ്റെ കാലൊടിഞ്ഞു, പല്ല് 3 ഇളകിപ്പോയി. ഉടനെ എന്നെ ആംബുലൻസിനെ വിളിച്ചു, മാനേജർ വന്നു, ഉടനെ ഹോസ്പിറ്റലിൽ കയറ്റി. പക്ഷേ ഞാൻ ഈ വേദനയോ ഇതൊന്നും അറിയുന്നില്ല. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ട് കിടത്തുമ്പോൾ ഞാൻ കാണുന്നത് വിശുദ്ധ ദേവാലയങ്ങളും അലങ്കരിച്ചിരിക്കുന്ന മാത്രമാണ് കാണുന്നത്. അത് കാണുമ്പോൾ മണിയടിക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. തിരിവിളക്കുകൾ ഇങ്ങനെ കത്തിക്കിടക്കുന്നത് കാണാം. വരുന്നവരെല്ലാം എന്നോട് ചോദിക്കുന്നു എന്ത് പറ്റി. ഞാൻ എല്ലാവരോടും പറയുന്നത് എൻ്റെ ചുറ്റും പള്ളികളാണല്ലോ എന്ന് പറയും. അവസാനം അവിടുന്ന് ഒരു ഡോക്ടറെ, മലയാളി ഡോക്ടർ, ഒരു ഇംഗ്ലീഷുകാരിയെ കൗൺസിലിങ്ങിന് എന്നെ എടുത്തു. എന്നോട് മലയാളത്തിൽ തർജ്ജമ നേഴ്സിനെയും തന്നു. ഞാൻ തർജ്ജമയപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞാനൊരു രൂപം കണ്ടു. ആ രൂപം ഞാൻ അടുക്കും തോറും എന്നെ പിടിക്കാനായിട്ട് വരികയാണ്. ആ പേടിയിലാണ് ഞാൻ എടുത്ത് ചാടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ എന്നെ ട്രീറ്റ്മെൻറ്റിലൊക്കെ നടന്നു. ഒരു 3-4 ദിവസം, 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഓപ്പറേഷൻ ചെയ്യുന്ന കാലിന്. അതുവരെ കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഞാനൊന്നും അറിയുന്നില്ല, വേദന അറിയുന്നില്ല, എൻ്റെ കാലനക്കാൻ പറ്റുന്നില്ല, ഒന്നും എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഫാദറിൻ്റെ അനിയൻ അവിടെ ഉണ്ട്.
അവർ കുടുംബമായിട്ട് അവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ പറ്റിയത് നിനക്കെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലാണ് പാപ്പ, എൻ്റെ ചുറ്റിനും അപ്പോഴും ഞാൻ കാണുന്നത് പള്ളികളാണ്, ഈ മണിയാണ്. പക്ഷേ എനിക്ക് ഈ കൃപാസനം എന്ന ഇതറിയത്തില്ലായിരുന്നു. ഞാൻ അവിടുന്ന് എൻ്റെ ഓപ്പറേഷനും ചികിത്സയെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ട്രെച്ചറിലാണ് വരുന്നത്. എയർപോർട്ടിൽ ഇറങ്ങി വീട്ടിൽ വന്നു വീണ്ടും തിരുവല്ല ഹോസ്പിറ്റലിൽ കയറി എൻ്റെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു, സ്റ്റിച്ച് എടുക്കാൻ പറ്റില്ല, നിൻ്റെ കാലിനും മാംസം ഇവിടെ കിളിക്കുന്നില്ല, ഒരു മജ്ജ എടുത്ത് വെക്കണമെന്നൊക്കെ പറഞ്ഞു. വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. അവിടെ ഒരാഴ്ചയോളം ആ ഹോസ്പിറ്റലിൽ കിടന്നു. അവിടെ നിന്ന് ഞാൻ വീട്ടിൽ വന്നു 3-4 മാസം. അപ്പം മദ്യപാനമൊന്നുമില്ല. വീട്ടിൽ വന്ന് ബെഡ് റെസ്റ്റിൽ കിടക്കുകയാണ്. പെയ്യെ എഴുന്നേൽക്കാൻ തുടങ്ങി. വീണ്ടും എനിക്ക് മദ്യപിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടായി. വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. മാതാപിതാക്കൾക്ക് വിഷമമാകാൻ തുടങ്ങി, സഹോദരങ്ങൾക്ക് വിഷമം തുടങ്ങി. ഈ പൈതലിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എൻ്റെ രണ്ടാമത്തെ മകൻ, അവനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ചാടുമ്പോൾ എടുത്ത് ചാടിപ്പം പറഞ്ഞു, തമ്പുരാനോട് പറഞ്ഞ് ചാടിയത് ഒരു കാര്യമുള്ളൂ, എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണമെന്ന്. അത് പറഞ്ഞാൽ ഞാൻ ചാടിയത്. പക്ഷേ സംഭവിച്ചു. വീട്ടിൽ വന്ന് എല്ലാം കഴിഞ്ഞ് വീണ്ടും മദ്യപാനം തുടങ്ങി. മദ്യപിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ചക്കാലം മദ്യപിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഒരാഴ്ചക്കാലം ഒന്നും പോകാതെ മദ്യപിക്കുക തന്നെ ചെയ്യും. അത് കിട്ടുകയും ചെയ്യും എവിടുന്നെങ്കിലുമൊക്കെ. പക്ഷേ മദ്യപിച്ച് കിടക്കുമ്പോൾ ഞാൻ ഒന്നും അറിയുന്നില്ല. മദ്യപാനം ഇല്ലാതെ 2 ദിവസം കിടക്കുമ്പോൾ എനിക്ക് ആകപ്പാടെ പേടിയാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ മരിച്ചു പോകും എന്നൊരു ഭയമാണ്. ഒരു രാത്രി ഇതുപോലെ കിടക്കുമ്പോൾ ഞാനും എൻ്റെ വൈഫൂടെ കിടക്കുമ്പോൾ, വൈഫ് മലങ്കര കത്തോലിക്കയാണ്, ഞാൻ ഓർത്തഡോക്സുകാരനാണ്. ജപമാല ചൊല്ലുകയും മാതാവിനെ ചൊല്ലുകയും. പക്ഷേ എനിക്ക് കൃപാസനം ഉടമ്പടി ഒന്നും എനിക്കറിയത്തില്ല. രാത്രി കിടക്കുമ്പോൾ എനിക്ക് കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല. കണ്ണടയ്ക്കും, ഉറക്കം വരുമ്പോഴത്തേക്ക് ഞാൻ എന്തോ ഒരു കുഴിയിലോട്ട് ഒന്ന് വീഴുന്ന പോലാണ്. അങ്ങനെ കുറേ നേരം ഞാൻ വീണ്ടും കിടക്കും. എൻ്റെ തോന്നലാന്ന് കണ്ട് ഞാൻ വീണ്ടും കിടന്നു. കണ്ണ് മയക്കുമ്പോഴത്തേക്ക് ഏതോ പടുകുഴിയിലേക്ക് വീണ്ടും ചെന്ന് വീഴും. ചാടി എണ്ണിച്ച് വൈഫിനെ വിളിച്ചേച്ച് പറഞ്ഞു. അപ്പം എൻ്റെ ചെവിയിൽ ആരോ വന്ന് പറയുന്ന പോലെ എനിക്കൊരു തോന്നൽ, ഉടമ്പടി. അത്രയേ ഉള്ളൂ, ഒറ്റ വാക്കുകൾ, ഉടമ്പടി എന്ന് കേട്ടു. ഞാൻ ഉടനെ ഇവിടെ വിളിച്ചേച്ച് പറഞ്ഞു, ഉടമ്പടി എന്നാരോ എൻ്റെ ചെവി പറയുന്നു. അപ്പം വൈഫ് പറഞ്ഞു, ഇതുപോലെ ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ വൈഫ് അതിൻ്റെ ഇതൊക്കെ കേൾക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ്. അപ്പം വൈഫ് പറഞ്ഞു, നമുക്ക് ഉടനെ തന്നെ പോയി ഉടമ്പടി എടുക്കാം. ഞാൻ അങ്ങനെ 15/5/22 ഇവിടെ വന്ന് ഞാൻ വൈഫും കൂടെ ചേർന്നാണ് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടും എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസത്തോളം ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ ഭവനം മാറി ഭവനത്തിലോട്ട് താമസം തുടങ്ങി 5-6 മാസം കഴിഞ്ഞ് ഞാൻ മദ്യപിച്ചിട്ടില്ല. പക്ഷേ പിന്നെയും എനിക്ക് മദ്യപിക്കാൻ അവസരമല്ല, ഞാൻ അന്വേഷിച്ചതാണെന്ന് പറയാം. അങ്ങനെ വീണ്ടും മദ്യപിച്ചപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. മദ്യപിക്കുമ്പോൾ ഞാൻ ഒന്നും അറിയുന്നില്ല. മദ്യപിക്കാതെ 2 ദിവസം 3 ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഞാനുണ്ടാക്കുന്ന ടെൻഷൻ ചത്ത് കിടക്കുന്ന പോലുള്ളൊരു ടെൻഷനാണ്. ഭാര്യയടമ്പ് എനിക്ക് വിടാൻ പറ്റുന്നില്ല, ആരെയും വിടാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ ആരൊക്കെയോ വേണമെന്നൊരു തോന്നൽ. ഇരുന്ന് ചിന്തിച്ചു, ആലോചിച്ചു, എൻ്റെ ഇങ്ങനെ പോയാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനില്ലാതായി പോവും എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കും. കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയെ ഞങ്ങൾ ചൊല്ലിയിട്ടാണ് എന്നും പിരിയുന്നതും. അന്ന് ഞാൻ ഇതുപോലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ മുറിയിലോട്ട് കടക്കുമ്പോൾ, ആദ്യത്തെ മുറിയിലോട്ട് ഞാൻ കടന്നപ്പോൾ കാണുന്നത് ഈ രൂപമാണ്. രണ്ടാമത്തെ മുറിയിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ആ രൂപമാണ്. അടുക്കളയിലോട്ട് ചെല്ലുമ്പോൾ ആ രൂപമാണ്. ഞാൻ എവിടെ പോയാലും ഈ രൂപം എൻ്റെ പുറകെ. ഞാൻ വൈഫിനോട് പറഞ്ഞു, പറ്റില്ല, മാതാവ് എന്നെ വിടത്തില്ല. മാതാവ് പറഞ്ഞു, നീ മദ്യപിക്കാനും നിന്നെ ഞാൻ വിടത്തില്ലെന്നെ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. എനിക്ക് വിശ്വാസം വർദ്ധിച്ചു. ഞാൻ പല ആൾക്കാരോടും പറഞ്ഞു, പ്രാർത്ഥന ബൈബിളിലെ വാക്യങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ തൊട്ടറിഞ്ഞ് വായിക്കുവാൻ തുടങ്ങി. ആ അനുഭവം ഞാൻ ഏതെടുത്താലും ഞാൻ ചെയ്ത പ്രവർത്തികൾ മാത്രമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിനോട് ക്ഷമ പറഞ്ഞു.
പരിശുദ്ധ അമ്മയോട് ഞാൻ ക്ഷമ പറഞ്ഞു. അങ്ങനെ ഈ 2 വർഷക്കാലം കൊണ്ട് മദ്യം എന്ന സാധനം എനിക്ക് കാണുമ്പോൾ എന്തോ ഒരു ഭയമാണ്. എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയും, എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയും, ഈ ഒരു സാധനം നമുക്കൊരിക്കലും കുടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമേ ഉള്ളൂ, കുടിക്കാതെ കിട്ടുമ്പോൾ നമ്മളുണ്ടാകുന്ന അനുഭവം ഞാൻ വിവരിച്ച് പറഞ്ഞു കൊടുത്തു. ഓരോരുത്തർക്കും ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, വന്നിട്ടുമുണ്ട് ഓരോരുത്തർ. ഇപ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ അടിയൻ കുടുംബം ജീവിച്ചു പോകുന്നു. ഇപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞാൻ അറിയുന്നില്ല. എൻ്റെ ആവശ്യങ്ങൾ ആ സമയത്ത് ദൈവം തമ്പുരാൻ നല്ലപോലെ നടത്തി തരുന്നു. ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ എനിക്ക് നടത്തി തരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് തൃപ്തിയായ രീതിയിൽ ഇതുവരെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ നമ്മുടെ മുമ്പിൽ കൈ നീട്ടാൻ വരുന്നവരെ ഞാൻ തള്ളിക്കളയാറില്ല. എൻ്റെ ഉള്ളത് കൊടുത്ത് സഹായിക്കും. പേപ്പറുകൾ, ഇവിടുന്ന് മേടിക്കുന്ന പേപ്പറുകൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചു. ഒരു കവർ പേപ്പർ മേടിച്ച് എൻ്റെ ബാഗിലിട്ടിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് വരുന്ന ഓരോരുത്തർക്കും ഞാൻ കൊടുക്കും. അതുപോലെ തിരിച്ചും ഓരോരുത്തരെ, ഞാൻ പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്യുന്നത്, ഓരോരുത്തർ ഇതുപോലെ കൃപാസനത്തിൽ വന്നേച്ചാൽ അവർ പെട്രോൾ അടിക്കാൻ ചിലപ്പോൾ വരുന്നത്. ഞാൻ അവരെ ഡിക്കി തുറക്കുമ്പോൾ അവരുടെ പേപ്പർ കാണും. അപ്പം ഞാൻ ചോദിച്ച് മേടിക്കും. ഒരു പേപ്പർ മേടിച്ചേച്ച് ഞാൻ പറയും, ഞാൻ എൻ്റെ എല്ലാ ആൾക്കാരോടും പ്രാർത്ഥിച്ചു പറയും, നിങ്ങളിത് വായിക്കണം. വായിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന ഞാൻ കണ്ട രൂപം നിങ്ങളും കാണും. നിങ്ങൾ നിങ്ങൾ ഹൃദയം നൊന്ത് ദൈവത്തെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം. എൻ്റെ അനുഭവം ഇതല്ല എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ഇപ്പം എൻ്റെ അനിയത്തിയുണ്ട്, 10 വർഷക്കാലമായ കുഞ്ഞില്ലായിരുന്നിട്ട് എൻ്റെ അനിയൻ. അവർ പറയും, ഞാൻ ചെയ്യുന്ന ഇനിയും തുടർന്ന് എനിക്ക് നല്ല രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ അനുവദിക്കണമേ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാറുള്ളത്. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുരുവാനും ഒരാനും കോടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. എൻ്റെ പേര് ലിബിന. ഞാൻ എടത്തുവായിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 11 വർഷമായി. 9ാമത്തെ വർഷത്തിൽ ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ ഒരു അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് എനിക്ക് തന്ന അവസരത്തെ, അനുഗ്രഹത്തെ ഓർത്ത് 1000 നന്ദി കരയേറ്റുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ജൂൺ മാസമാണ്. അതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. 5 വർഷമായപ്പോഴത്തേന് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് അജാദിന് അവിടുത്തെ ജോലി ക്യാൻസലാക്കി നാട്ടിൽ വന്ന് ഏകദേശം 1 വർഷമാകാറായപ്പോൾ ജനുവരി മാസത്തിൽ, അത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപാണ്, ജനുവരി മാസത്തിൽ ഇതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണെന്നറിഞ്ഞു. ഒരുപാട് സന്തോഷമായിരുന്നു അന്നേരം. പക്ഷെങ്കിൽ ഒരു 2.5 മാസമായപ്പോൾ എനിക്ക് ഭയങ്കരമായ വയറുവേദന ഉണ്ടായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ട്യൂബിലാണ് പ്രഗ്നൻസി. അങ്ങനെ അത് എൻ്റെ ഒരു ട്യൂബ് കട്ട് ചെയ്തു. അതിനുശേഷം ഹോസ്പിറ്റലിലെല്ലാം ചികിത്സയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022, ആ വർഷം തന്നെ 2022 ജൂൺ മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2023 മെയ് മാസം ഇതുപോലെ ഞാൻ പ്രഗ്നൻ്റായി വീണ്ടും. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെ അത് അബോർഷനായി വീണ്ടും പോയി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മുതൽ ഞാൻ ദിവസവും വിശുദ്ധ തൈലം വയറിൽ 3 പ്രാവശ്യം കുരിശ് വരച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് 5:30 എഴുന്നേറ്റ് തിരി കത്തിച്ച് പ്രാർത്ഥിക്കും. വൈകിട്ടും അതുപോലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ ഞാനും പറയാനുള്ളത്, ആദ്യം ഞാൻ വന്നിവിടെ ഉടമ്പടി എടുക്കുമ്പോൾ മാതാവിൻ്റെ നിത്യാരാധന സ്ഥലത്തേക്കുള്ള പ്രദക്ഷിണത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഓർക്കപ്പുറത്ത് എനിക്ക് കിട്ടുന്നത് എൻ്റെ മാതാവിൻ്റെ പേടകമായിരുന്നു എൻ്റെ കൈ കിട്ടുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ വിശ്വസിച്ചു. കാരണം മാതാവിനെ കൈവിടുകയില്ലെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡായാലും ഓരോ സമയം ഞാൻ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴും തിരിച്ചു വരുമ്പോൾ സങ്കടപ്പെടുമ്പോഴൊക്കെ ഒത്തിരി ആശ്വസിപ്പിക്കാറുണ്ട്. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പം ഓരോരുത്തരിങ്ങനെ ചോദിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വേദന അനുഭവിക്കുന്നത്. ആ സമയത്തൊക്കെ ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു.
മാതാവ് എനിക്ക് ഈ വിഷമത്തിൽ നിന്ന് കരയേറുവാനായിട്ട് പറ്റണമെന്ന്. അതേതായാലും മാതാവ് 9ാമത്തെ വർഷത്തിൽ, അപ്പോൾ വീണ്ടും എനിക്ക് 2023 സെപ്റ്റംബറിൽ വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി. ആ സമയത്ത് നമ്മുടെ 8 നോയമ്പിൻ്റെ സമയമൊക്കെ ആയിരുന്നു. ആ ടൈമിൽ 8 ദിവസം ഞാൻ നോയമ്പ് അനുഷ്ഠിച്ചു. എന്നും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഞാൻ 9ാം മാസത്തിൽ വീണ്ടും സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും ഞാൻ അറിയുന്നു പ്രഗ്നൻ്റ് ആണെന്ന്. എന്നാൽ അത് വീണ്ടും 1.5 മാസമായപ്പോഴത്തേന് വീണ്ടും അത് ബ്ലീഡിങ് ആയിപ്പോയി. എങ്കിലും വിഷമം ഉണ്ടായെങ്കിലും എനിക്ക് കുറച്ച് വിശ്വാസമായിരുന്നു തരുമെന്നുള്ളത് ഈശോ. അങ്ങനെ കൂടുതലായി ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 2024 മാർച്ച് മാസം നൊയമ്പിൻ്റെയൊക്കെ അവസരത്തിലാണ് പള്ളിയിലെല്ലാം പോയി ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇതുപോലെ ഞാൻ വീണ്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണെന്ന് കാണിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എല്ലാം നോർമലാണെന്ന് മനസ്സിലായി. എന്നാലും എന്നും ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കായിരുന്നു. ഉപ്പും തേനും ഒക്കെ ഞാൻ എൻ്റെ ആഹാരത്തിൽ, അല്ലെങ്കിൽ ഉപ്പൊക്കെ ആണെങ്കിലും ഞാൻ ഒരു നുള്ളെടുത്ത് എന്നും രാവിലെ ഞാൻ കഴിക്കുമായിരുന്നു. അന്നേരവും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഉപ്പൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. അന്നേരം ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റായി. 5ാം മാസം ഇതുപോലെ അബ്നോർമലി 5ാം മാസത്തെ സ്കാനിങ് ഉണ്ടല്ലോ, അതിൽ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു സെർവ്സ് ലെങ്ത് ഇച്ചിരി കുറവാണ്, അപ്പോൾ മിക്കവാറും സ്റ്റിച്ച് ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഒരുപാട് വിഷമിച്ചു. അതിൻ്റെ ഇടയ്ക്ക് 3ാം മാസത്തിലൊക്കെ ചെറിയ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. എന്നാലും ഞാനത് ചേച്ചിയോട് എപ്പോഴും ഞാൻ വിളിച്ച് പറയുമ്പോൾ ചേച്ചിയോട് പറയും, നീ തൈലം പുരട്ടി പ്രാർത്ഥിക്ക്, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും, മാതാവ് ഒന്നും വരുത്തുകയില്ല. അങ്ങനെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഡെയിലി ഇതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. ബ്ലീഡിങ് കാണുന്ന സമയത്ത് ഞാൻ ഇതുപോലെ വയറെ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അബ്നോർമലി സ്കാനിങ് ചെയ്തപ്പോഴത്തേന് ലെങ്ത് കുറവാന്ന് പറഞ്ഞു, സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞു. എങ്കിലും 9ാം മാസത്തിൽ ഒരു കുഴപ്പവും കൂടാതെ സ്റ്റിച്ച് ഇടേണ്ട ഒന്നും വന്നില്ല. നോർമലായിട്ട് ഞങ്ങൾ കുഞ്ഞ് ജനിക്കുന്നത് നവംബർ മാസം 12-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ തലേന്ന് 11-ാം തീയതി ഡോക്ടർ ഇങ്ങനെ ചെല്ലണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറയാം ഡേറ്റ് എന്നാന്ന് പറയാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ടൈമിലും എനിക്ക് ചെറിയ വയറുവേദനയും ചെറിയ വയറിന് മുറുക്കമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ നിന്ന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് സ്കാൻ ചെയ്ത് നോക്കിയപ്പം ചെറിയൊരു കുഞ്ഞിന് ബ്രീത്തിന് ഭയങ്കരമായിട്ട് ഇടിപ്പ് തോന്നുന്നു. അതിനെയും പുക്കിൾ കൂടി ചുറ്റിയതാണോ എന്നറിയത്തില്ല. അന്നേരം ഡോക്ടർ പറഞ്ഞു ഇനിയും വീട്ടിലോട്ട് പോവണ്ട, ഇന്ന് തന്നെ ഇവിടെ അഡ്മിറ്റ് ആകണം, നമുക്ക് നോക്കാം നോർമൽ ഡെലിവറി നടക്കുമോയെന്ന് നോക്കാമെന്ന് പറഞ്ഞ് അന്ന് തന്നെ എന്നെ അഡ്മിറ്റാക്കി. അന്ന് വെളുപ്പിന് 4 മണിക്ക് എന്നെ ലേബർ റൂമിൽ കയറ്റി. അവിടെ കയറി ഒരുപാട് വേദനയുണ്ടായെങ്കിലും പരിശുദ്ധ അമ്മ അവിടെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഒരുപാട് പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ പ്രാർത്ഥനയുടെ കുറേ പേപ്പറുകളൊക്കെ എൻ്റെ തന്നു. അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കൂടുതലും ഞാൻ മാതാവിനെ ഈ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 4 മണിയായപ്പോൾ എന്നെ ലേബർ റൂമിൽ കയറ്റി. 7:50 ആയപ്പോഴത്തേന് എനിക്ക് നോർമൽ ഡെലിവറി നടത്തി. മാതാവും ഈശോയും ഒരു പെൺകുഞ്ഞിനെ നൽകി എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ ജോലിയില്ല, ഹസ്ബൻഡിന് ജോലിയുണ്ട്. ഹസ്ബൻഡിൻ്റെ വരുമാനത്തിൽ നിന്ന് മറ്റുള്ളവരെ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രവും അതുപോലെ തന്നെ. ഇപ്പോൾ ഞങ്ങൾ പത്രം കൊടുക്കുന്നത് ഞങ്ങളുടെ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ആധ്യാത്മികമായിട്ട് അരമണിക്കൂർ, ഇപ്പോൾ ഇതിൽ തന്നെ ഉടമ്പടിയിൽ തന്നെ ഉള്ളതാണ് അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നത്, അത് ചെയ്യുന്നുണ്ട്. പിന്നീട് കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ആധ്യാത്മികമായിട്ട് വളർച്ച എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് ഈ തന്ന ദാനത്തെ ഓർത്ത് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടി നന്ദി പറഞ്ഞതുകൊണ്ട് മുന്നോട്ട് ജീവിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി കരയറ്റുന്നു. സർവശക്തനായ ദൈവത്തിനും ദൈവമാതാവിനും ജീവനുള്ള ദൈവങ്ങൾ വസിക്കുന്ന ഈ പുണ്യഭൂമിക്കും എൻ്റെ പ്രണാമം. ഞാൻ രാജു ശിവനന്ദൻ, ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്.
ഞാൻ മർച്ചൻ്റ് നേവിയിലെ സെക്യൂരിറ്റി ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മർച്ചൻ്റ് നേവിയുടെ അവരുടെ സുരക്ഷാ വിഭാഗത്തിൻ്റെ ഒരു ടീം കമാൻഡറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ കൃപാസനത്തിനെ പറ്റി കേട്ടറിവൊന്നും ഇല്ലായിരുന്നു. കേട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ മഹത്വത്തെ പറ്റിയുള്ള ഒരു അറിവുകളും എനിക്കില്ലായിരുന്നു. 10 മാസത്തിൽ ഈ 2023 1.5 മാസമായതേ ഉള്ളൂ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട്. എൻ്റെ മകൾ ദേവനന്ദിനി, ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആചാരങ്ങളിൽ കൂടി വന്ന ഒരാളാണ്. എൻ്റെ മകൾ ജനിച്ച് 4ാമത്തെ ദിവസം ഫിക്സ് വന്ന്, അതായത് കുഞ്ഞിൻ്റെ ശരീരത്തിന് ഷുഗർ ഡൗൺ ആയി, ഫിക്സ് വന്നിട്ട് ബ്രെയിനിൻ്റെ നെർവസിന് പ്രോബ്ലമായിട്ട് ഇപ്പോൾ ശ്രീ ചിത്ര തിരുവനന്തപുരത്താണ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൈദ്യശാസ്ത്രത്തിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ മരുന്നുകളും കൊടുക്കുന്നുണ്ട്. കുഞ്ഞ് നടക്കും, ബാക്കി യാതൊരു കാരണവും ഒന്നും തന്നെയും പ്രവർത്തനമില്ല. അതായത് സംസാരശേഷിയില്ല, മറ്റ് ബുദ്ധിപരമായിട്ടുള്ള യാതൊരു കഴിവുകളും കുഞ്ഞിനില്ല. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ അച്ഛനും അമ്മയുടെയും മാതാപിതാക്കളുടെ ഒരു കാര്യങ്ങൾ വേണം. വിശന്നാൽ ഞങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുവന്ന് കാണിക്കും ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, അല്ലാതെ യാതൊന്നുമില്ല. ആ ഒരു കാര്യം. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് കൃപാസനത്തിൻ്റെ മഹത്വത്തെപ്പറ്റി, അമ്മയുടെ മഹത്വത്തെപ്പറ്റി എന്നോട് പറഞ്ഞത്. കാരണം വൈദ്യശാസ്ത്രത്തിന് കൊടുക്കാൻ പറ്റുന്നത് കൊടുത്തു. അപ്പം അത് ഞങ്ങൾക്ക് ബോധ്യമാണ്. കാരണം ഇനി നടക്കുന്നെങ്കിൽ ഒരു മിറാക്കിൾ നടക്കണം, കാരണത്തിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ നടത്തണം. എന്നാൽ മാത്രമേ എൻ്റെ മോക്കൊരു രക്ഷയുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്, അവരൊരു നിമിത്തമാണെന്ന് എനിക്കറിയാം. കാരണം ഈ പുണ്യഭൂമിയിൽ ഞാൻ വരണമെങ്കിൽ അത് വിളിക്കാതെ വരാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിളിച്ചിട്ട് തന്നെയാണ്, സമയം ഇപ്പോഴായിരിക്കും ആയത്. പക്ഷേ എൻ്റെ ഈ സാക്ഷ്യങ്ങൾ പറയുന്നതിന് മുന്നേ ഞാൻ ഞാൻ സ്നേഹിക്കുന്ന, ആരാധിക്കുവാണെന്ന് എനിക്കറിയില്ല. കാരണം ക്രിസ്തുവിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ ക്ഷേത്രങ്ങളിൽ പോയി ഭജിക്കുമ്പോഴും ക്രിസ്തുദേവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം ക്രൂശിതമായ ആ രൂപം കാണുമ്പോൾ എനിക്ക് വല്ലാതെ വേദനിക്കുമായിരുന്നു. എൻ്റെ വല്ലാത്തൊരു വേദന തോന്നുമായിരുന്നു. കാരണം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, സ്നേഹിക്കുന്ന ഒരാളിനെ ഇത്രയും ക്രൂരമായിട്ട് കിടക്കുന്ന ആ രൂപം കാണുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു വേദനയുണ്ടാവും. ആ വേദനയിൽ കൂടിയായിരിക്കും അദ്ദേഹത്തിനോട് അടക്കാൻ പറ്റാത്ത ഒരു സ്നേഹമായി മാറി. കടലിൻ്റെ എൻ്റെ ഏകാന്തമായ ജീവിതത്തിൽ എനിക്കൊരു തുണയെന്ന് പറയാൻ, എൻ്റെ ഒരു കൂട്ടുകാരനെ പോലായി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ ശൂന്യതയിൽ നോക്കി ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ചില സമയത്ത് ഞാൻ സ്വയം ചിന്തിക്കാറുണ്ട്, ഇനി എനിക്കെന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലം ആയോ കാരണം. പക്ഷേ പിന്നീട് ആ ചിന്തിക്കുമ്പോഴും ഞാൻ ഓർത്ത്, ഞാൻ സംസാരിക്കുന്നത് ക്രിസ്തുവിനെ പറ്റിയാണ്. അദ്ദേഹത്തിനോടാണ് സംസാരിക്കുന്നത്. എൻ്റെ ദുഃഖങ്ങളുണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും ഞാനങ്ങനെ ശൂന്യതയിൽ നോക്കി സംസാരിക്കാൻ തുടങ്ങി. 3 വർഷത്തിന് മുന്നെയാണ് ഈ എൻ്റെ ആക്സിഡൻറ്റ് നടക്കുന്നത്. ഞങ്ങൾ യമൻ എന്ന് പറയുന്ന രാജ്യത്തെ ഏതൻ പോർട്ടിൽ നിന്നിട്ട് സൗത്ത് ആഫ്രിക്കയിലെ റിച്ചാർഡ്സ് ബേ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലായിരുന്നു. ഞാൻ ഉൾപ്പെടുന്ന, ഞങ്ങൾ 3 പേര് ഇന്ത്യക്കാരാണ്, ബാക്കിയെല്ലാം മറ്റുള്ള രാജ്യക്കാരാണ്. ക്യാപ്റ്റൻ റഷ്യക്കാരനാണ്. അപ്പം മൺസൂണിൻ്റെ ടൈമാണ്. ഷിപ്പ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴേ തന്നെ കടലിൻ്റെ രുദ്രഭാവം കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി തീക്ഷ്ണമായ, കാരണം മൺസൂൺ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ സമയങ്ങളിലെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രവും അതിന് ഇതരപ്പെട്ട മറ്റെല്ലാ സമുദ്രങ്ങളും വളരെ റഫായിട്ടുള്ള സമയമാണ്. ഏകദേശം വളരെ കഠിനമായ യാത്രയാണ്. പക്ഷേങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് പെട്ടത് അൺപ്രഡിക്റ്റബിൾ, അതായത് ആ പെട്ടെന്നുണ്ടായ ഒരു ചക്രവാത ചുഴിയുടെ വക്കിലാണ്. ഒന്നാമത്തെ കാര്യം, ലോഡുകൂടി ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ ഷിപ്പിൻ്റെ കണ്ടീഷൻ, അതായത് ബാലൻസ് കണ്ടീഷൻ വല്ലാത്ത ഒരവസ്ഥയിലാണ്. നിമിഷ നേരം കൊണ്ട് അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അതിതീക്ഷ്ണമായ രീതിയിലുള്ള കൊടുങ്കാറ്റും തിര നമുക്ക് പ്രവചിക്കാൻ പറ്റാതെ, കാരണം എന്ന് വെച്ചാൽ ഇത്രയും പരിചയമുള്ളവരുടെ പോലും ഉള്ളിൽ കിടുങ്ങുന്ന രീതിയിലുള്ള തിരകളാണ് നടുക്കടലിൽ. 1000കണക്കിന് കിലോമീറ്ററിൻ്റെ ഉൾക്കടലിലാണ്. ഞാൻ ഉൾപ്പെടെയുള്ള 23 ആൾക്കാരാണ്.
കുറേ സമയം കഴിഞ്ഞ് ആ തിരയും അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ഷിപ്പിൻ്റെ ഇഞ്ചൻ നിലച്ചത്. കാരണമെന്ന് വെച്ചാൽ അതിന് തള്ളാൻ പറ്റുന്ന രീതിയിലാണ് തെക്കോട്ട് അത് ഞങ്ങൾ സൗത്തിലേക്ക് പോവുകയാണ്. ഈ വരുന്നത് സൗത്ത് വെസ്റ്റ് വിൻഡ് ആൻഡ് വേവ്സ് ആണ്. അപ്പോൾ അതിനെ അതിജീവിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കഴിവ് ഒരു പക്ഷേ ആ ഷിപ്പിൻ്റെ എൻജിൻ ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ടായിരിക്കും എൻജിൻ നിലച്ച്. എൻജിൻ നിലയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റത്ത് ഈ കയറ് പൊട്ടിയ പട്ടം പോലായി, ഒരു പിടുത്തവും ഇല്ല. പിന്നെ പാട്ടയ്ക്കകത്ത് കല്ല് കടന്ന് കുലുങ്ങുന്ന ഒരവസ്ഥയായി. 23 പേര് ജീവനും മരണത്തിനെയും ഉള്ള ഒരു പുറപ്പാടായി. അപ്പം എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ച്, ദേവാ എന്തായി നടക്കുന്നത്, എങ്ങനെങ്കിലും ഇവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണം. പറഞ്ഞ് തീർന്നതുമല്ല, ഷിപ്പ് മറിഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അത് വെള്ളത്തിൻ്റെ അടിയിലാണോ അതോ മേളിലാണെന്നൊന്നും അറിയാൻ വയ്യ. കാരണം എന്ന് വെച്ചാൽ ആ സംഭവം നടക്കുമ്പം ഇരുട്ടായി. പക്ഷേ ഇത് ഡേ ടൈമിലാണ് ഈ മറിയുന്നത്. പക്ഷെ അന്നേരം ഇരുട്ടായപ്പോൾ നമുക്ക് മനസ്സിലായി അണ്ടർ വാട്ടർ, നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലാണെന്ന്. ഒറ്റ വാക്ക് മാത്രം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, നാഥാ ഞാൻ പോകുകയാണ്. ആ ഒരു വാക്ക് പറഞ്ഞ് ഏതാണ്ട് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ, ഒരിക്കലും നമുക്കറിയാം തിരിച്ചൊരു തിരയടിച്ചെങ്കിൽ മാത്രമേ ഷിപ്പിൻ്റെ അതിൻ്റെ ആ സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് വരൂ. പക്ഷെ പിന്നെ നോക്കുമ്പം ആകാശം കാണാം. അപ്പോൾ എന്തോ രക്ഷപ്പെട്ടു. ദൈവമേ, ദൈവത്തിന് സ്തുതി. അങ്ങനെ ഞങ്ങൾ 1.5 ദിവസം ആ അഗാധമായ കടലിൽ ജീവനെ മരണത്തിൻ്റെ ഇടയിൽ കഴിച്ചുകൂട്ടി. 1.5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇഞ്ചൻ ശരിയായിട്ട് ഞങ്ങൾ തിരിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയില്ല, തിരികെ തന്നെ പോയി. പക്ഷേങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന വേറെ ഏറ്റവും വലിയ എന്നെ അത്ഭുതപ്പെടുത്തിയതല്ല, എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ച ഒരു കാര്യം, എൻ്റെ കയ്യിലൊരു ബൈബിൾ ഉണ്ടായിരുന്നു. ബൈബിൾ തന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. ഞാനത് വായിച്ചു നോക്കി, ഇപ്പോൾ ഒന്നും പിടികിട്ടുന്നില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് പുതിയ വാക്കുകളാണ്, ആളുകളുടെ പേരായാലും സ്ഥലങ്ങളുടെ പേരായാലും ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ പുള്ളിയോട് ഒരിക്കൽ പറഞ്ഞത്, വായിച്ചിട്ട് കൂടുതൽ മനസ്സിലാകുന്നില്ല, ഏകദേശമൊക്കെ കുറച്ചൊക്കെ പിടികിട്ടി. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത്, അതിനകത്ത് സങ്കീർത്തനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് എടുത്തു വെച്ച് വായിക്കുക, സമയം കിട്ടുമ്പോൾ അന്ന് വായിക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ റൂമിൽ ഞാൻ കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഷിപ്പിൽ അതൊരു ദിനചര്യമായി. ഞാൻ സങ്കീർത്തനം 1 മുതൽ അവസാനം വരെ വായിക്കും, വീണ്ടും സങ്കീർത്തനം വായിക്കും, അതങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്. ഈ ഇൻസിഡൻറ്റ് നടന്ന് അപ്പോഴും ഞങ്ങൾ കപ്പൽ ശരിയായിട്ടില്ല, ഈ വെള്ളത്തിൻ്റെ അടിയിലാണോ മുകളിലാണോ എന്നറിയാൻ ഇരുട്ടാണ്. നമ്മൾ തിരികെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ തന്നെ അവിടെ അലാറമായി. കാരണം എന്ന് വെച്ചാൽ ലൈഫ് ജാക്കറ്റ് ഇടണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് തകർന്നാലും എങ്ങനെങ്കിലും പിടിച്ച് നിൽക്കാനൊന്നും പറ്റത്തില്ല. കാരണം അഗാധമായ തിരയും കടലും വീണ് കഴിഞ്ഞാൽ അപ്പോഴേ പോവും. പക്ഷെ ഞാൻ റൂമിലെത്തി ഞാൻ ആ ബൈബിൾ എടുത്ത് തുറന്ന് നോക്കി, എന്താണെന്ന് പറയുമ്പോൾ ഞാൻ ബൈബിളൊന്ന് തുറന്ന് നോക്കി ആ ഒരു വാക്കാണ് എന്നെ സത്യത്തിന് ഇന്നിവിടെ നിർത്തിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അത്യുന്നതൻ ആകാശത്തിൽ നിന്ന്, അതായത് ഉയരത്തിൽ നിന്ന് കൈ തന്ന് പെരുവെള്ളത്തിൽ നിന്ന് എന്നെ പിടിച്ചുയർത്തി. വല്ലാതെ, കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ ഈശ്വരനെ അതായത് ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുകയാണ്. ആരാധിച്ചിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, സ്നേഹം എൻ്റെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ ആ ബൈബിളിനെ ചേർത്ത് പിടിച്ച് ക്രിസ്തുവാണെന്ന് ഓർത്തിട്ടാണ് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മൾ പറയുന്നില്ലേ, ഈശ്വരൻ സംസാരിക്കും നമ്മളോട്. എൻ്റെ അനുഭവമാണ്, സംസാരിച്ചതാണ് എന്നോട്. അതും മരണത്തിൻ്റെ വക്കിൽ വെച്ച് എന്നോട് സംസാരിച്ച. അതെന്നെ കൂടുതൽ എൻ്റെ കുടുംബത്തിനെ തന്നെ, പിന്നെ അങ്ങനെയാണ് എൻ്റെ സുഹൃത്തുക്കൾ വഴി ഞാൻ ഈ പുണ്യഭൂമിയിൽ എത്തുന്നത്. അവർ നിമിത്തമായി ദൈവമേ അവരുടെ കുടുംബത്തിന് നന്മ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
അങ്ങനെ ഇവിടെ വന്ന് ഞാൻ 16/10/2023 ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് വൈകിട്ട് വീട്ടിലെത്തി. ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച്. മറ്റ് പ്രാർത്ഥനാ രീതികളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. എൻ്റെ വൈഫിനാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഒട്ടും തന്നെ അറിയില്ല. അപ്പം ഞാൻ അയാളോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക, പുസ്തകത്തിനകത്ത് ചൊല്ലുക, അതെല്ലാം ചൊല്ലുക. പിന്നെ എന്തെങ്കിലും വിഷമങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഈശ്വരനോട് പറയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ, അതൊന്നും വേണ്ട. സ്വന്തം അമ്മയോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക. കാരണം എന്ന് വെച്ചാൽ ദൈവമാതാവിനോട് ആ രീതിയിൽ ഇടപെട്ടാൽ മതി, അതായിരിക്കും നമുക്ക് നല്ലതെന്ന് പറഞ്ഞു. കാരണം പ്രാർത്ഥനയുടെ രീതി അറിയില്ലല്ലോ, അപ്പോൾ അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് എൻ്റെ മകളുടെ ആ പുണ്യ തൈലം, അപ്പോൾ എൻ്റെ മകളുടെ കയ്യിൽ ഇവിടെ മുഴ പോലെ ഉണ്ടായിരുന്നു. മുഴയെന്ന് പറഞ്ഞാൽ തഴമ്പ് പോലെ കുഞ്ഞിൻ്റെ കയ്യിലുള്ളതാണ്. കുഞ്ഞ് ഒന്നാമത്തെ കാര്യം ഡിസബിൾഡാണ്, ഓടി നടക്കുമെങ്കിലും സംസാരശേഷിയോ ബുദ്ധിപരമായിട്ടുള്ള ഒരു വികാസമോ ഒന്നും തന്നെയില്ല. പക്ഷേ അന്ന് വൈകുന്നേരം ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ തൈലം എടുത്തിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ്, അമ്മേ ഞാനിത് തേക്കുകയാണ്, എന്തെങ്കിലും ഒന്ന് കാണിക്കണമെന്ന്. അത് കാണിച്ച് പിറ്റേ ദിവസം രാവിലെ അത് നോക്കുമ്പോഴാണ് ആ മുഴയൊക്കെ ഒരുമാതിരി, മുഴയെന്നല്ല, അതങ്ങനെ ഒരു പ്ലെയിൻ പോലായി. അത് പൂർണ്ണമായി മാറിയെന്നല്ല, പക്ഷേങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള, എന്താണ് ഒരു രാത്രി കൊണ്ട് സംഭവിച്ചതെന്നറിയാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു മാറ്റമാണ്. ഇപ്പോൾ എൻ്റെ മകളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങളൊക്കെ അമ്മ അച്ഛനൊന്നും വിളിക്കാനൊന്നും അത് ഏബിളായിട്ടില്ല. പക്ഷെ സംസാരിക്കുന്നതിൻ്റെ ഒരു വക്കിലേക്ക് എത്തിയതായിട്ട് നമുക്ക് തോന്നി തുടങ്ങി. കാരണം എന്തൊക്കെയോ പറയുകയാണ്, അതിങ്ങനെ പറയുന്നത്, എൻ്റെ നാവിന് ശക്തി. നമ്മളങ്ങനെ ഈ പുണ്യതൈലം കുഞ്ഞിൻ്റെ നെറ്റിക്കും തൊണ്ടയിലും പ്രാർത്ഥിച്ച് തേക്കാറുണ്ട്. പിന്നെ ഇവിടുന്ന് തന്ന തേൻ നാവിൽ ഉറ്റിച്ചു കൊടുക്കാറുണ്ട്. കാരണം ഒരു വല്ലാത്ത മാറ്റം, വല്ലാത്തെന്ന് പറഞ്ഞാൽ അമ്മയുടെ ആ ഒരു മാറ്റവും പ്രസൻസും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. കാരണം ഇത്രയും ബ്ലെസ്സിങ് തരാൻ വേണ്ടി പാവികളായി ഞങ്ങൾ ഇത്രയും സൗഭാഗ്യം ചെയ്തു എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയി. കാരണം എൻ്റെ മോളിപ്പോൾ ആ ഒരു കണ്ടീഷനാണ്. കാരണം ഇത്രയും പുരോഗതി എൻ്റെ മകൾക്ക് കൊടുക്കുന്ന സർവശക്തനായ തമ്പുരാനെ, ആ മധ്യസ്ഥ വഹിക്കുന്ന ദൈവമാതാവിനും എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതാണ് എൻ്റെ മകളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. കാരണം അവളൊരു പ്രോഗ്രസിൻ്റെ വക്കിലാണ്. അത് കാരണം ഇപ്പം ഞാൻ വന്നിട്ട് 2 മാസമായതേ ഉള്ളൂ ഷിപ്പിൽ നിന്ന്. അവിടുന്ന് എൻ്റെ കാലിൽ 1 മാസം മുന്നേ, ഞാൻ നാട്ടിലെത്തുന്നതിന് 1 മാസം മുന്നേ എന്തോ ഒന്ന് കടിച്ചതാണ്. എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ മറ്റ് ഇഴജന്തുക്കളൊന്നുമില്ല, ഷിപ്പിലാണ്. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല, കാല് വല്ലാതെ ചൊറിഞ്ഞ് വീങ്ങി എൻ്റെ ഈ മുട്ടിൻ്റെ ഈ ഭാഗം ഒരു വല്ലാത്ത രീതിയിലായി. അത് വേദനയുണ്ട്, ചൊറിച്ചിലുമുണ്ട്, നീരുമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അസ്വസ്ഥതയൊന്നും കണക്കാക്കാതാണ് കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്തതും. അപ്പോൾ കുഞ്ഞിന് തേച്ച പോലെ തന്നെ ഞാൻ എൻ്റെ ആ കാലിലും തേച്ചു. കാരണം എന്ന് വെച്ചാൽ ഡോക്ടറെ കാണണം. അപ്പം വൈഫ് എന്നോട് പറഞ്ഞു, പോയി ഡോക്ടറെ കാണണം, ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, കൂടി വരുവാണെന്ന് പറഞ്ഞു. ഞാൻ അന്ന് വൈകിട്ട് കുഞ്ഞിൻ്റെ കയ്യിൽ തേച്ച പോലെ തന്നെ എൻ്റെ കയ്യിലും തേച്ചു. എൻ്റെ കയ്യെ തേച്ച്, എൻ്റെ കാലേ തേച്ച് രാവിലെ ആയപ്പോൾ ഞാൻ ആ കുഞ്ഞിൻ്റെ കൈ ശ്രദ്ധിക്കുന്നതിനെക്കാട്ടി മുന്നേ ഞാൻ എൻ്റെ കാലായിരുന്നു നോക്കിയത്. ഞാനിപ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അന്ന് രാവിലെ. എന്ത് മിറാക്കിളാണ് സംഭവിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് എന്താണ് സംഭവിച്ചത്. ഞാൻ വൈഫിനോട് പറഞ്ഞ് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു പ്രസൻസ് ഉണ്ട്, നമുക്ക് ഒരു അനുഗ്രഹമുണ്ട്. അതില്ലെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ. കാരണം കുഞ്ഞിൻ്റെ ഉണ്ട്, എൻ്റെയും വന്ന്. കാരണം ഈ ദേവൻ്റെ ഈ ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ എന്നോട് ഞാൻ കണ്ടതാണ്. കാരണം 23 പേരെ അഗാധമായ കടലിൽ നിന്നും സുരക്ഷിതമായ കരയിലെത്തിച്ചവനാണ്. കാരണം 23 പേര് ജീവനും കൊണ്ട് ആ ഒരു കരങ്ങളിൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹവും ആ കരുതലും ഞങ്ങൾ നേരിട്ട് അനുഭവിച്ച. പക്ഷേ അമ്മയുടെ ഇടപെടൽ ഇതിലൂടെ വന്നപ്പം, അപ്പം രാവിലത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് നോക്കിയത്. മെഴുകുതിരിയെല്ലാം അണച്ച് എല്ലാം വെച്ചതിന് ശേഷം യാതൊരുവിധ സുഗന്ധദ്രവ്യങ്ങളും ആ സമയത്ത് എൻ്റെ വീട്ടിലില്ല, കത്തിച്ചിട്ടുമില്ല. പക്ഷേ
അഭൗമ്യമായ ഒരു സുഗന്ധമാണ് എൻ്റെ വീട്ടിൽ ആ സമയത്ത് അനുഭവപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് ചന്ദനത്തിരിയുടെയോ അതോ പുഷ്പങ്ങളുടെയോ ആണെന്ന് എനിക്ക് പറയാൻ വയ്യ. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ അൾത്താരയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു മണം, ഒരു സുഗന്ധമാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഞാൻ പെട്ടെന്ന് വൈഫിനെ വിളിച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും സുഗന്ധം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ അയാൾ പറഞ്ഞില്ല, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ എൻ്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. ഞാൻ മകനെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു, എന്തെങ്കിലും സുഗന്ധം? ഞാൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ അവൻ എന്നോട് പറഞ്ഞ്, എന്തോ ഒരു വല്ലാത്ത സുഗന്ധം തോന്നുന്നല്ലോ, ഒരു വല്ലാത്ത സുഗന്ധമാണ് എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഉടനെ തന്നെ അവരോട് ഞാൻ പറഞ്ഞ്, അമ്മ വന്നിട്ടുണ്ട്, അമ്മയുടെ പ്രസൻസ് ഉണ്ട് ഇവിടെ, അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒറ്റ ദിവസം ഉടമ്പടി എടുത്തതിൻ്റെ അന്ന് രാത്രിയിൽ നിൻ്റെ പിറ്റേന്നത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. അതിനുശേഷം നടന്ന ഒരു സംഭവം, എൻ്റെ മകൻ ജിഗ്മർ, ജവഹർലാൽ നെഹ്റു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോണ്ടിച്ചേരിയിൽ 3-ാം വർഷത്തെ കാർഡിയോ സ്റ്റുഡൻ്റാണ്. കാർഡിയോവാസ്കുലർ ആൻഡ് കാർഡിയോ സർജറി പഠിക്കുകയാണ്. അപ്പം ഈ അടുത്ത സമയത്ത്, ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ അടുത്ത സമയത്ത് US-ൻ്റെ ഒരു മെഡിക്കൽ ടീം അവിടെ എത്തി. കാരണം ഇന്ത്യയുടെ മെഡിക്കൽ റാങ്കിനകത്ത് 2ാമത്തെ റാങ്കിങ് ആണ് ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിനുള്ളത്. ഫസ്റ്റ് റാങ്ക് വന്നിട്ട് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ സെക്കൻഡ് റാങ്കുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ജിഗ്മറിലാണ് എൻ്റെ മകൻ പഠിക്കുന്നത്. അവൻ ഇപ്പം 3ാമത്തെ വർഷം തൊട്ട് സർജറി വിഭാഗത്തിലേക്കായി. അപ്പം അവിടെ ഒരു മെഡിക്കൽ ടീം അവരെന്തോ ഇക്വിപ്മെൻറ്റ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ വന്ന് ഇവൻ്റെ കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ചത് കൊണ്ടാവാം അവൻ്റെ HOD ചോദിച്ച്, ഈ സ്റ്റുഡൻ്റ് ആണോ അതോ സ്റ്റാഫാണോ എന്ന് ചോദിച്ച്. അന്നേരം പറഞ്ഞല്ല, സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർ പോകുന്നതിന് മുന്നേ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞ്. അവിടെ വെച്ച് തന്നെ കണ്ടു, സംസാരിച്ച്. അതെ, 3rd ഇയർ സ്റ്റുഡൻ്റാണ്. അതായത് 3rd ഇയർ സ്റ്റുഡൻ്റ്, പഠിച്ച് പൂർത്തിയൊന്നും ആയില്ല, 3ാമത്തെ വർഷത്തിൻ്റെ എക്സാം പോലും ആയിട്ടില്ല. അപ്പം അവർ പറഞ്ഞു, ഒന്ന് വന്ന് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് കണ്ടവർ സംസാരിച്ച്. അത് കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ഫോൺ കോളും അവന് വന്ന്. അവൻ്റെ ഈ വന്നതിനകത്ത് ഒരാളാണ് ഫോൺ വിളിച്ചത്, നിങ്ങൾ സൂം ഇൻ്റർവ്യൂവിന് റെഡിയാണെങ്കിൽ US-ൻ്റെ ഇന്ത്യയിലുള്ള ഹെഡ് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെന്നും പറഞ്ഞിട്ട്. അവൻ പറഞ്ഞ് റെഡിയാണ്. അങ്ങനെ സൂം ഇൻ്റർവ്യൂ അദ്ദേഹം ചെയ്തിട്ട് ചോദിച്ചൊരു കാര്യം ഇത് മാത്രമാണ്, നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം ലോങ് ലീവ് എടുക്കുമോ അതോ ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുമോ എന്ന്. എന്താ ഈശ്വരൻ്റെ കൃപാകടാക്ഷം. കാരണം അവൻ പറയുന്നത് ജിഗ്മർ മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിന് ആ എക്സാം കഴിയുന്നതിന് മുന്നേ ഒരു ജോബ് ഓഫർ ഇങ്ങനൊരു വലിയ മൾട്ടിനാഷണൽ US കമ്പനിയിൽ പോലുള്ള ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുന്നത്. ഇത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലല്ലാതെ എന്താ പറയാൻ പറ്റുന്നത്? കാരണം എന്ന് വെച്ചാൽ ഈ ക്യാമ്പസ് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റുഡൻറ്റിനില്ല, അത് ഈ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനും IT സ്റ്റുഡൻറ്റിനും ഒക്കെ മാത്രമേ ഉള്ളൂ. മെഡിക്കൽ സ്റ്റുഡൻറ്റിന് ഒരിക്കലും ക്യാമ്പസ് സെലക്ഷൻ ഇല്ലാത്തതാണ്. അപ്പം ഈ 1.5 മാസം കൊണ്ട് ഞങ്ങൾക്ക് സംഭവിച്ച അത്ഭുതങ്ങളാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് കേട്ടോ, ദൈവമേ, നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. എന്താണെന്ന് അറിയാമോ? നമ്മൾ കറക്റ്റ് വന്ന് ശരണം പ്രാപിച്ചേക്കുന്ന യഥാർത്ഥ സ്ഥാനത്താണെന്ന് ഒരു ഹിന്ദുവായ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ വന്ന് ഞാൻ കാല് ചവിട്ടിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മകവഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ കൂടെ വരുമെന്ന് ഇവിടുന്ന് ഞാൻ പറഞ്ഞു കേട്ടു. പക്ഷേ അത് സത്യമാണത്. നമ്മൾ ഭാഗ്യം ചെയ്തവരാക്കാം, എന്നാലേ നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ചവിട്ടിയതിട്ടുള്ളൂ. ദൈവമേ, ഈ ഇരിക്കുന്ന സർവർക്കും, നിന്നെ ആരാധിക്കുന്ന സർവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ, അവർക്ക് നന്മ ഉണ്ടാകട്ടെ. എന്നെ ഈ പുണ്യഭൂമിയിൽ എത്തിച്ച നല്ലവരായ എൻ്റെ സുഹൃത്തുക്കൾക്കും അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും നന്മയും കരുണയും ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശുദേവൻ്റെയും ഈ പരിശുദ്ധ ദൈവമാതാവിനും എൻ്റെ ശതകോടി പ്രണാമം. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ,
ഇനിയൊരു ജന്മം കിട്ടുവാണെങ്കിലും ഇതുപോലെ ദേവ നിന്നെ സ്നേഹിക്കാൻ മാത്രമുള്ളൊരു ഇങ്ങനൊരു ഹൃദയമായിട്ട് എന്നെ ജനിപ്പിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെയും വാത്സ്യം വളരെ ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല, വളരെ ശാന്തമായിട്ടുള്ള എല്ലാവരോടും ഒരു കരുണാർദ്രമായ മനസ്സ് പോലെയാണ് തോന്നുന്നത്. പിന്നെ ഇവിടുത്തെ പത്രം എനിക്ക് അന്ന് ഞാൻ കൊണ്ടുപോയി. പത്രം ഞാൻ ചോദിച്ചു 1-2 പേരോട് എങ്ങനെയാണ്, അന്നേരം പറഞ്ഞ് ആർക്കാന്ന് വെച്ചാൽ വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം മനസ്സിലൊരു അമ്മയോട് ഞാൻ പറഞ്ഞു ഇത്ര മാത്രമേ ഉള്ളൂ, അമ്മേ ഇത് ഞാൻ കൊടുക്കുന്ന യഥാർത്ഥ കൈകളിൽ തന്നെ ആവാൻ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം എന്ന് വെച്ചാൽ ആരെങ്കിലും മേടിച്ച് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് കളയരുതല്ലോ. അപ്പം ഞാൻ ഓർത്ത് ഇതിന് ഏറ്റവും നല്ല സ്ഥലം ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ വീടിന് 15 കിലോമീറ്റർ അപ്പുറമാണ്. അന്ന് ഞാൻ അവിടെ പോയി, അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ആൾക്കാരെ കണ്ട് ഈ പത്രങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഇത് ദൈവമാതാവിൻ്റെ അത്ഭുതങ്ങളിലെ സാക്ഷിത്വമാണ്, നിങ്ങൾക്ക് വായിക്കുക, പക്ഷേ ഇത് വലിച്ചെറിയരുത്. നിങ്ങൾക്ക് വായിച്ചില്ല, വായിക്കുന്നെങ്കിൽ വളരെ നല്ല കാര്യം, അതല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ സുരക്ഷിതമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചേക്കണം. കാരണം എന്ന് വെച്ചാൽ മറ്റാർക്കെങ്കിലും കിട്ടുമല്ലോ, അല്ലാതെ വലിച്ചെറിയരുത്. അത് ഞാൻ കൊടുത്ത എല്ലാവരോടും പറഞ്ഞു. ലാസ്റ്റ് വന്നിട്ട് ഒരു പത്രം എൻ്റെ കയ്യിൽ ബാക്കിയായി. ഞാൻ ആശുപത്രിയിലാണ്, ആ സമയത്ത് ആശുപത്രിയിലാണ്. ആ പത്രവും കൊണ്ട് ഞാൻ കുറേ നടന്ന് ആ ഏരിയയിൽ അങ്ങനെ എൻ്റെ കണ്ണിൽ ആരും പെടുന്നില്ലായിരിക്കാം, പക്ഷേ എനിക്കാരും അങ്ങനൊരു മുഖം എനിക്ക് കണ്ടില്ല. അപ്പം ഞാൻ ഒരു നിമിഷം ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ദൈവമാതാവേ ഒരു പക്ഷേങ്കിൽ അമ്മയുടെ നിശ്ചയം വേറെ വല്ലതും ആയിരിക്കാം. ഞാൻ ആ പത്രം കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. ഒരു പത്രം ബാക്കിയുണ്ടായിരുന്നു, അതും കൊണ്ട് ഞാൻ തിരികെ വീട്ടിൽ വന്നു. തിരിച്ച് വീട്ടിൽ വന്ന് പിറ്റേന്ന് രാവിലെ എന്നെ തേടി ഒരു സ്ത്രീ വന്ന് എൻ്റെ വീട്ടിൽ വന്നത്. അവരുടെ കൊച്ചുമകന് ഈ ഷിപ്പിലെ ജോലി സംബന്ധമായ കാര്യങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞ് കുറേ കാലമായിട്ട് പഠിച്ച് കുറേ എൻജിനീയറിങ്ങിൻ്റെ ഷിപ്പിൻ്റെ എൻജിനീയറിങ് കാര്യങ്ങളെല്ലാം പഠിച്ചതാണ്, ജോലി ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും കമ്പനി അറിയാൻ പറ്റുന്നെങ്കിൽ ഒന്ന് പറയണമെന്നും അത് പറയാൻ വേണ്ടിയിട്ടാണ് അവർ വന്നേ. അപ്പം ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു, ഒരു പക്ഷേ അമ്മ ആഗ്രഹിച്ചത് ഇതാണോ? കാരണം എന്ന് വെച്ചാൽ ആ പത്രം ഇവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ഞാൻ പെട്ടെന്ന് ആ പത്രം എടുത്തുകൊണ്ട് നടന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞ്, ഞാൻ കൊടുത്തതിനകത്ത് ഒരു പത്രം എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ ഒരാളിനെ കാണാത്തത് കൊണ്ടാണോ കാണിക്കാത്തത് കൊണ്ടാണോ, ഈ പത്രം നിങ്ങൾക്ക് വേണ്ടി വിധിച്ചതാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളെ ആ സന്നിധാനത്തേക്ക് വിളിക്കുന്നുണ്ട്, കാര്യം നടക്കും. ഈ പത്രം വെക്കുക, നിങ്ങളുടെ ആ കൊച്ചുമകനെയും കൊണ്ട് നിങ്ങൾ അവിടെ പോവുക, കാര്യം നടക്കും. മാസങ്ങളൊന്നും വേണ്ടി വരില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു പ്രാവശ്യം അവിടെ നിന്ന് പോയി നോക്ക്, കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ്. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ മുന്നിൽ ആര് കൈ നീട്ടിയാലും എൻ്റെ ആ മുഖം നോക്കുമ്പോൾ അറിയാമല്ലോ വിശപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചുറ്റുപാടും ആഹാരം ഉണ്ടെങ്കിൽ ആഹാരം വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ഞാൻ പറയും ഇത് ഭക്ഷണം വാങ്ങി കഴിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരുപാട് മാഫിയകളൊക്കെ ഉണ്ടല്ലോ, കാരണം കുഞ്ഞുങ്ങളെയും വൃദ്ധരെയൊക്കെ ഇങ്ങനെ എടുപ്പിച്ച് അവരിൽ ഒരു പൈസ പോകരുതെന്നൊരാഗ്രഹം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ വിശക്കുന്നവർക്ക് കൊടുക്കണമെന്ന് മനസ്സ് നിറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ഒരു ഈശ്വര സേവ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ ചെയ്ത ഈശ്വര സേവയെക്കാട്ടിൽ 10 മടങ്ങ് കൂടുതലാണ് എനിക്ക് തന്ന ബ്ലെസ്സിങ് അനുഭവങ്ങൾ. കാരണം ഇനിയിപ്പം എനിക്ക് ഒരു കാര്യം മാത്രം ദൈവസന്നിധിയിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു പോവാണ്. ഇപ്പം എൻ്റെ മകളെപ്പറ്റി എനിക്ക് യാതൊരുവിധ ചിന്തയില്ല. കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിങ്ങനെ എരിയുമായിരുന്നു. കാരണം എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ മകള്, കാരണം എന്ന് വെച്ചാൽ ഒരു ആഹാരം വിശന്നാൽ ചോദിച്ചു വാങ്ങി കഴിക്കാൻ പോലുമുള്ള ഒരു കഴിവില്ലാത്തൊരു കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ ഞാനിങ്ങനെ പറയാമായിരുന്നു. പക്ഷേ ഇപ്പോഴെനിക്ക് എന്താ ബോധ്യമായെന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങളില്ലാതെ വന്നാലും അവൾ സുരക്ഷിതയാണ്. എന്താണെന്ന് വെച്ചാൽ അവൾ എത്തേണ്ട കൈകളിലാണ് എത്തിയിരിക്കുന്നത്, സുരക്ഷിതമായ കൈകളിലാണ് അവൾ എത്തിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ ഈ ദൈവമാതാവിന് എന്താ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റാത്തത്? ഇനി ഞാനവിടെ എടുക്കുന്ന ഉടമ്പടി ഈ പരിപാവനമായ ഈ സന്നിധിയിൽ നിന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇത് ഞാൻ ദൈവത്തിനോട് ചെയ്യുന്ന സാക്ഷ്യം വാക്കുമാണ്.
ഇനി ഞാൻ എടുക്കുന്ന ഉടമ്പടി ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ആജീവനാന്തം സർവശക്തനായി തമ്പുരാനെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഞാൻ ആ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഉടമ്പടി അതിനു വേണ്ടി. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഉണ്ടെങ്കിൽ എനിക്കറിയാം എല്ലാം എനിക്ക് കിട്ടുമെന്ന്. ദൈവമേ, സർവശക്തനായ തമ്പുരാനെ, അങ്ങേ ആശ്രയിക്കുന്ന സർവർക്കും സർവ്വപുണ്യവും കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 ശതകോടി പ്രണാമം ചെയ്ത്, അമ്മേ ദൈവമാതാവേ, ഈ കാരുണ്യവും കൃപയും എപ്പോഴും ഞങ്ങളിൽ ചൊരിയണമേ. ആമേ. വിശുദ്ധ ഗ്രന്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തും. താൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങൾ, എങ്ങനെയുള്ള ഒരു മരണവക്ത്രത്തിൽ നിന്നാണ് ഈ മകൻ ഇവിടെ വരുന്നത്, അതിന് തൻ്റെ സുഹൃത്തുക്കൾ നിമിത്തമായെന്ന് പറയുന്നു. പക്ഷേ വളരെ ബോധ്യത്തോടെ പറഞ്ഞു കഴിഞ്ഞു, അതിന് എന്നെ വിളിക്കണം, എന്നെ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ എത്തിയത്. ഇവിടെ വന്നത് വേറെ ആരും പറഞ്ഞിട്ടല്ല, എൻ്റെ അമ്മ എന്നെ കൊണ്ടുവന്നതാണ്, എൻ്റെ ക്രിസ്തുദേവൻ എന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ തൻ്റെ യേശുനാഥനോടുള്ള തൻ്റെ അകമഴിഞ്ഞ സ്നേഹം, കുരിശ് കാണുമ്പോൾ തനിക്ക് അനുഭവപ്പെടുന്ന വേദന, ബൈബിള് ഈശോയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ബൈബിളിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കിടന്ന രാത്രികൾ, ഒറ്റയ്ക്ക് ഷിപ്പിൽ ഏകാന്തനായിരിക്കുമ്പോൾ സംസാരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ തന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് ആരാണ്? ഒരു സത്യദൈവം മാത്രമാണ്. ആ സത്യദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് താൻ ഈ ഉടമ്പടിയിലൂടെ ഒന്നുകൂടെ കടന്നു വന്നിരിക്കുന്നതെന്ന് വളരെ ബോധ്യത്തോടെ പറയുന്ന ഈ മകൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തൻ്റെ മകളുടെ സംസാര ശേഷി, ഒന്നും പറയില്ലാത്ത കുഞ്ഞ് ഇപ്പോൾ അവ്യക്തമായിട്ട് വാക്കുകൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തൻ്റെ ശരീരത്തിൽ നിന്ന് വിഷാംശം മൂലമുണ്ടായ നീര്, അത് പൂർണ്ണമായും ഉടമ്പടി തൈലത്തിലൂടെ എങ്ങനെ സൗഖ്യപ്പെട്ടു. പിന്നീട് തൻ്റെ മകന് 5 വർഷത്തെ പഠനമാണ് കാർഡിയോ വാസ്കുലർ ആൻഡ് കാർഡിയോ സർജറി. എന്നാൽ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇന്ത്യയിലെ 2nd റാങ്ക് കോളേജ് എന്നാണ് നമുക്കും അറിയാമത്. അപ്പോൾ ആ കോളേജിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ജോലി ലഭിച്ചിട്ടില്ല. എന്നാൽ US ബേസ്ഡ് കമ്പനി മകനെ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. അവർ ചോദിച്ച ചോദ്യം എന്താണെന്ന് നാം കേട്ടു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം മാത്രമാണ് ആ മകനോട് ചോദിച്ചത്. താൻ ഉടമ്പടി എടുത്തിട്ട് 1.5 മാസമായതേയുള്ളൂ. 3 ദിവസത്തിനിടയ്ക്ക് തൻ്റെ കുടുംബത്തിൽ നടന്ന അനുഭവ സാക്ഷ്യങ്ങളാണ് ഈ മകൻ ഇവിടെ പങ്കുവച്ചത്. ഇനി ജീവിക്കുന്നെങ്കിൽ ഈശോയോട് കൂടി മാത്രം, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അതെൻ്റെ ക്രിസ്തുദേവന് വേണ്ടി മാത്രം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ഭാഗ്യപ്പെട്ടവരാണ്. അതുതന്നെയാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനും പറയുക. ഈ പുണ്യഭൂമിയിലേക്ക് ആരും വെറുതെ വരുന്നതല്ല. അതായത് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ആയിട്ട് നമ്മൾ വരുന്നതല്ല. നമ്മെ ദൈവം വിളിക്കുന്നത് കൊണ്ടാണ് നാം ഈ പുണ്യഭൂമിയിൽ വരുന്നത്. അങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുവന്നത് ഈ ദൈവമാതാവാണ്. അമ്മ നിരൂപിച്ചാൽ ഇനി ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉടമ്പടിയിലൂടെ ചോദിക്കില്ല. നമുക്കൊക്കെ ഒരു നിർദ്ദേശം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മാതൃക തന്നെയാണ്. നാം ഉടമ്പടി പുതുക്കി നിൽക്കുന്നു, പല കാര്യങ്ങൾ നാം വെക്കുന്നു, നടക്കാത്തതിനെക്കുറിച്ച് പരിഭവിക്കുന്നു, പരിതപിച്ച് ആകുലപ്പെട്ട് നാം ആവലാതികളുമായി ഓടി നടക്കുകയാണ്. എന്നാൽ തനിക്കിനി ഒന്നും വേണ്ട, തനിക്ക് തൻ്റെ ഈശോ മാത്രം മതി. ഈശോയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്? എനിക്കെല്ലാം തന്നുകൊള്ളുമല്ലോ. ഇതൊക്കെ ഒരു അക്രൈസ്തവനായ മകൻ ഇവിടെ നിന്ന് പറയുമ്പോൾ തീർച്ചയായും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ മാസത്തിൽ ഡിസംബർ 7 19ാമത്തെ വാർഷിക നാം അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ
അമ്മയുടെ സാന്നിധ്യം തൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് സുഗന്ധാഭിഷേകമായി അമ്മ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നുവെന്ന് ഈ മകൻ പറയുന്നു. ഇത് ഇന്നത്തെ ആദ്യത്തെ സാക്ഷ്യമായിരിക്കാം, എന്നാൽ എത്രയോ അനുഭവ സാക്ഷ്യങ്ങളാണ് അമ്മയെ നേരിൽ കാണുന്നവർ, അമ്മ സംസാരിക്കുന്നവർ, അമ്മയുടെ സുഗന്ധ അഭിഷേകം കൊടുക്കുന്നവർ. ഇങ്ങനെ അമ്മ ഇന്നും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ജീവനോടെ നമ്മുടെ അടുത്തേക്ക് വരികയാണ് ഓരോ ദിവസവും. നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും ഈ മകന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തുമെന്ന് പറയുന്ന തിരുവചനം അക്ഷരാർത്ഥത്തിൽ ഓരോ മക്കളുടെയും ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് ബോധ്യങ്ങൾ വേണമെന്ന് മാത്രം. സത്യസന്ധമായിരിക്കണം, വിശ്വസ്തമായിരിക്കണം നമ്മുടെ ഉടമ്പടി. നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവം.